കൈവിരലൊടിഞ്ഞിട്ടും 90 മിനിറ്റും ആസ്റ്റൺ വില്ലക്കായി ഗോൾ വല കാത്ത് ഒടുവിൽ യൂറോപ്പ ലീഗ് കിരീടവും സ്വന്തമാക്കി എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ല. ഇത്തവണ ഗോൾ പോസ്റ്റിൽ ഉറച്ചു തന്നെ നിന്ന് കിരീടം തൂക്കുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എമിലിയാനോ പറഞ്ഞത്. എന്നാൽ ഫൈനലിന് തൊട്ടു മുമ്പെയുള്ള പരിശീലന സെക്ഷനിൽ താരത്തിൻ്റെ കൈവിരലൊടിയുകയായിരുന്നു. എന്നാൽ പിന്മാറാൻ എമി തയ്യാറായിരുന്നില്ല. ഗോൾ വലക്ക് മുന്നിൽ താൻ തന്നെ നിന്നോളാമെന്ന് എമിലിയാനോ ഉറച്ചു നിന്നു. ആസ്റ്റൺ വില്ലയും ഫ്രൈബർഗും തമ്മിലുള്ള പോരാട്ടത്തിനൊടുക്കം 3-0 ആസ്റ്റൺ വില്ല വിജയിച്ചു കയറിയത്. 2 മികച്ച സേവുകൾ ഉൾപ്പെടെ മിന്നും പ്രകടനമാണ് എമിലിയാനോ നടത്തിയത്. എമിലിയാനോയുടെ മത്സരശേഷമുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ കിരീടം നേടാൻ ഉറച്ചു തന്നെയായിരുന്നു ഞങ്ങൾ ഇറങ്ങാനിരുന്നത്. എന്നാൽ പരിശീലന സെക്ഷനിടെ എൻ്റെ കൈവിരലൊടിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് എൻ്റെ കൈവിരലൊടിയുന്നത്. ഇത് വളരെ മോശകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ മോശം സംഭവിക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ നല്ല കാര്യം സംഭവിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറച്ചു ഗോൾ വല കാത്തതും ഞങ്ങൾ കിരീടം നേടുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു എമിലിയാനോയുടെ വാക്കുകൾ. ഫൈനലിലെ നിർണായക പോരാട്ടത്തിൽ ഫ്രീബർഗിനെതിരെ 3 ഗോളിൻ്റെ തകർപ്പൻ വിജയമാണ് ആസ്റ്റൺ വില്ല സ്വന്തമാക്കിയത്. ടെൽമെനസും ബുൻജിയയും റോഗ്രസുമാണ് ആസ്റ്റൺ വില്ലക്കായി ഗോൾ വല ചലിപ്പിച്ചത്. ഏതായാലും യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആസ്റ്റൺ വില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.